ലോക രാഷ്ട്രീയ സാഹചര്യങ്ങളെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് ഏത് രാജ്യങ്ങളിലെ രാഷ്ട്രീയമാണെങ്കിലും സ്ഥിരത എന്ന വാക്കിന് വലിയ പ്രസക്തിയൊന്നുമില്ല. നോക്കൂ, അധികാരമേറ്റെടുത്ത് ഒരു മാസത്തിനുള്ളിൽ രാജിവെക്കുന്ന ഒരു പ്രധാനമന്ത്രി, ഗത്യന്തരമില്ലാതെ അതേ പ്രധാനമന്ത്രിയെ 4 ദിവസം കഴിയുമ്പോഴേക്ക് വീണ്ടും അപ്പോയിൻറ്റ് ചെയ്യേണ്ടി വരുന്നു ആ രാജ്യത്തെ പ്രസിഡന്റിന്. 5 വർഷത്തിനിടയിൽ 8 പ്രധാനമന്ത്രിമാരെ നിയമിക്കേണ്ടി വരുന്ന ഒരു രാജ്യം. കേൾക്കുമ്പോൾ ഏതെങ്കിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെക്കുറിച്ചോ ആഫ്രിക്കൻ രാജ്യത്തെക്കുറിച്ചോ ഏതെങ്കിലും 3ാം ലോക രാഷ്ട്രത്തെക്കുറിച്ചോ ഒക്കെയുള്ള വാർത്തകളായി തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുന്നത് യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊന്നായ ജർമ്മനി കഴിഞ്ഞാൽ 2ാമത്തെ സാമ്പത്തിക ശക്തിയായ ഫ്രാൻസിനെ കുറിച്ചാണ്. ഫ്രാൻസ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന നിർണായകമായ രാഷ്ട്രീയ പ്രതിസന്ധിയെക്കുറിച്ചാണ്. ഫ്രാൻസിൻ്റെ പ്രധാനമന്ത്രിയായി വെറും 27 ദിവസങ്ങൾ മാത്രം അധികാരത്തിലിരുന്ന സെബാസ്റ്റ്യൻ ലെക്കോർണു രാജിവെച്ച് പുറത്തുപോയി. ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ സെബാസ്റ്റ്യൻ ലെക്കോർണുവിനെ വീണ്ടും പ്രധാനമന്ത്രിയായി അപ്പോയിൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രഞ്ച് രാഷ്ട്രീയം വീണ്ടും അനിശ്ചിതത്വത്തിലായി കൊണ്ടിരിക്കുകയാണ്. വെറും ഒരു മന്ത്രിസഭയുടെ മാറ്റം മാത്രമല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിൻ്റെ ഭരണത്തെക്കുറിച്ച്, യൂറോപ്യൻ യൂണിയനിലെ ഫ്രാൻസിൻ്റെ പങ്കിനെക്കുറിച്ച് എല്ലാം അടിസ്ഥാനപരമായ ചോദ്യങ്ങൾ ഉയർത്തുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രാൻസിലെ ഈ രാഷ്ട്രീയ അസ്ഥിരതയുടെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെയൊക്കെ ബാധിക്കും? കൂടാതെ യൂറോപ്പിൻ്റെ സാമ്പത്തിക രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഈ പ്രതിസന്ധിക്ക് പിറകിൽ എന്തെല്ലാം കളികൾ നടന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം ഫ്രാൻസിലെ രാഷ്ട്രീയ സംവിധാനം ലളിതമായി ഒന്ന് മനസ്സിലാക്കണം. അവിടെ പ്രസിഡന്റും പാർലമെൻറ്റും വേർതിരിച്ചാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിൻ്റെ തലവനാണ്, പാർലമെൻറ്റ് ലെജിസ്ലേറ്റീവ് വിഭാഗത്തിൻ്റെ തലവനാണ്. 2 തെരഞ്ഞെടുപ്പുകൾ നടക്കും. 2 തെരഞ്ഞെടുപ്പുകളും വ്യത്യസ്ത സമയങ്ങളിലാണ് നടക്കുക. പ്രസിഡന്റിന് ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു പാർലമെൻറ്റ് വരികയാണെങ്കിൽ അവിടെ ഭരണപരമായ ഒരു പ്രതിസന്ധി ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇപ്പോൾ ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അസ്ഥിരതയുടെ എല്ലാം തുടക്കം കഴിഞ്ഞ സമ്മർ കാലത്ത് ഫ്രഞ്ച് പ്രസിഡന്റായ ഇമ്മാനുവൽ മാക്രോൺ എടുത്ത നിർണായകമായ ഒരു തീരുമാനമായിരുന്നു. സ്വന്തം പാർട്ടിയുടെ ഏറ്റവും വലിയ എതിരാളി ഫ്രാൻസിലെ റൈറ്റ് വിങ് പാർട്ടിയായ നാഷണൽ ഫ്രണ്ട് പാർട്ടിയാണ്. മറൈൻ ലെ പെന്നിൻ്റെ നേതൃത്വത്തിൽ നാഷണൽ ഫ്രണ്ട് പാർട്ടി ഇമ്മാനുവൽ മാക്രോണിനെതിരെ ശക്തമായ പ്രകടനം കാഴ്ചവെക്കുകയാണ്. ഇത് മാക്രോണിനെ വല്ലാണ്ട് അസ്വസ്ഥനാക്കി. മാക്രോണിന് തൻ്റെ സെൻട്രലിസ്റ്റ് സഖ്യത്തിന് പാർലമെൻറ്റിൽ വ്യക്തമായ പിന്തുണ വേണമെന്നൊരു വാശിയായി. അങ്ങനെ മാക്രോൺ പെട്ടെന്ന് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. ഒന്നുകിൽ പാർലമെൻറ്റിൽ തൻ്റെ സെൻട്രലിസ്റ്റ് സഖ്യത്തിന് വ്യക്തമായ പിന്തുണ നേടണം, അല്ലെങ്കിൽ രാജ്യത്തെ പൂർണ്ണമായി വലതുപക്ഷത്തിന് അംഗീകരിച്ചു കൊടുക്കണം. 2-1 തീരുമാനിക്കാനായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നത്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്നറിയുമോ? വിഭജിക്കപ്പെട്ട ഒരു രാജ്യത്ത് ഇമ്മാനുവൽ മാക്രോൺ പ്രതീക്ഷിച്ച 2 കാര്യങ്ങളും നടന്നില്ല. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ പാർലമെൻറ്റ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ഭിന്നിച്ചു പോവുകയാണ്. ഒരു ബ്ലോക്കിനും ഒറ്റയ്ക്ക് ഭരിക്കാൻ മാത്രം ഭൂരിപക്ഷം ലഭിച്ചില്ല. അന്നു മുതൽ ഫ്രാൻസിൽ സ്ഥിരതയില്ലായ്മയാണ്. 4 പ്രധാനമന്ത്രിമാർ വന്നു, ഒന്നിനു പിറകെ ഒന്നായി രാജിവെച്ചൊഴിഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോൾ 5ാമതൊരാൾ വരാനിരിക്കവെയാണ് അവസാനം രാജിവെച്ച സെബാസ്റ്റ്യൻ ലെക്കോർണുവിനെ വീണ്ടും പ്രധാനമന്ത്രിയായി തന്നെ നിയമിച്ചിരിക്കുന്നത്. ഇതുവരെ ബജറ്റുകൾ പാസ്സാക്കിയിട്ടില്ല, പുതിയ നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ചെറിയ കാര്യങ്ങളിൽ പോലും യോജിപ്പില്ലായ്മയാണ് ഫ്രാൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ഫലമായി ഫ്രഞ്ച് രാഷ്ട്രീയം അരാജകത്വത്തിലാണ്. ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ ഏറ്റവും അത്യാവശ്യമായ സുസ്ഥിരമായ സർക്കാർ എന്ന ഘടകം ഫ്രാൻസിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ അസ്ഥിരതകളെല്ലാം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഫ്രാൻസിന് അതിൻ്റെ ഗുരുതരമായ സാമ്പത്തിക പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല എന്ന കാര്യമാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഫ്രാൻസ് വലിയ കടക്കണിയിലായി. മറ്റേതെങ്കിലും രാജ്യങ്ങളെ പോലെയല്ല, വലിയ സാമ്പത്തിക ശക്തിയായി വളരാൻ, അന്താരാഷ്ട്ര വിനിമയങ്ങൾ നടത്താൻ പ്രാപ്തമായ ഒരു രാജ്യം. ആ രാജ്യത്തിൻ്റെ അന്തരീക്ഷം കലങ്ങി മറിഞ്ഞതോടെ യൂറോപ്യൻ യൂണിയനിൽ തന്നെ മൊത്തത്തിൽ ആശങ്കകൾ ഉയരുകയാണ്. ഫ്രാൻസിൻ്റെ ബജറ്റുകൾ മുമ്പേ നഷ്ടത്തിലായിരുന്നു. പ്രത്യേകിച്ച് ഇമ്മാനുവൽ മാക്രോൺ 2017 അധികാരമേറ്റ ശേഷം സർക്കാർ ചെലവുകൾ ക്രമാതീതമായി വർദ്ധിച്ചിരുന്നു. ഒരു വശത്ത് ചെലവുകൾ കൂടുന്നു, മറുവശത്ത് ജനരോഷമില്ലാതിരിക്കാൻ നികുതി ഇളവുകൾ പ്രഖ്യാപിക്കുന്നു. ചെലവുകൾക്കനുസരിച്ചുള്ള വരുമാനം സർക്കാരിന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് ബജറ്റ് കമ്മി വർദ്ധിക്കുന്നു. യൂറോപ്പിൽ ഇപ്പോൾ ഏറ്റവും ഉയർന്ന കടം GDP അനുപാതത്തിൽ ഫ്രാൻസ് 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട്. പ്രതിസന്ധി കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ്.
ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടാൻ ഫ്രാൻസ് തീരെ സജ്ജമല്ല. പക്ഷേ ഫ്രാൻസിൻ്റെ വലിയ സമ്പദ് വ്യവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഈ കടപ്രതിസന്ധി യൂറോപ്പിലുടനീളം പടരാനും സാധ്യതകളേറെയാണ്. അതുകൊണ്ട് തന്നെ ഫ്രാൻസിനെ മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നത് പരമാവധി ഒഴിവാക്കണം. അതിനാണ് മാക്രോൺ ഇപ്പോൾ അങ്ങനെയൊരു ശ്രമമാണ് നടത്തിയിരിക്കുന്നത്. ആ ശ്രമത്തിൻ്റെ ഭാഗമായാണ് രാജിവെച്ച പ്രധാനമന്ത്രി സെബാസ്റ്റ്യൻ ലെക്കോർണയെ വീണ്ടും പുനർനിയമനം നടത്തിയത്. കഴിഞ്ഞ ഒക്ടോബർ 6-നാണ് ലെക്കോർണു രാജിവെക്കുന്നത്. പുതിയ മന്ത്രിസഭ പ്രഖ്യാപിച്ച് 24 മണിക്കൂർ തികഞ്ഞിട്ടില്ല, അപ്പോഴേക്ക് രാജിവെച്ചു. ദേശീയ അസംബ്ലിയിലെ രാഷ്ട്രീയ ഗ്രൂപ്പുകളുടെ വിട്ടുവീഴ്ചയില്ലായ്മയാണ് താൻ പെട്ടെന്ന് രാജിവെക്കാൻ കാരണം എന്ന് അന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരുന്നു. 5 ദിവസങ്ങൾ പോലും കഴിഞ്ഞില്ല, അപ്പോഴേക്കും വീണ്ടും അദ്ദേഹത്തെ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നു. ഈ വർഷം അവസാനിക്കുന്നതോടെ സാധാരണ പ്രക്രിയയിലൂടെ നിയമനിർമ്മാണം നടത്തണം. അങ്ങനെ നടത്തണമെങ്കിൽ തിങ്കളാഴ്ച ലെക്കോർണു 2026 ബജറ്റ് അവതരിപ്പിക്കണം. അങ്ങനെ അവതരിപ്പിച്ചില്ലെങ്കിൽ സർക്കാരിൻ്റെ ധനസഹായം നിലനിർത്താൻ ദേശീയ അസംബ്ലി അടിയന്തര ബില്ലുകളൊക്കെ പാസ്സാക്കേണ്ടി വരും. ഇത് തിരിച്ചടിയാകും. ലെക്കോർണുവിന് വീണ്ടും ഒരു അവസരം നൽകുന്നതിലൂടെ സർക്കാർ തകരുന്നത് തടയാൻ, രാഷ്ട്രീയ സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ ഇമ്മാനുവൽ മക്രോൺ കിണഞ്ഞ് ശ്രമിക്കുകയാണ്. അങ്ങനെയെങ്ങാനും തകർന്നു കഴിഞ്ഞാൽ ഇടക്കാല തെരഞ്ഞെടുപ്പുകൾ വേണ്ടിവരും. വീണ്ടും രാഷ്ട്രീയ അസ്ഥിരതകൾ ഉണ്ടാകും. ആകെ കൂടി കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ. ലെക്കോർണു ഇനിയും മുന്നോട്ട് പോകാനാകാതെ പരാജയപ്പെടുകയാണെങ്കിൽ മാക്രോണിന് വീണ്ടും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. 1 വർഷത്തിനുള്ളിൽ തൻ്റെ 6ാമത്തെ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കേണ്ടി വരും. ഒരു പടി കൂടി കടന്ന് പ്രസിഡന്റിനെതിരെ, ഇമ്മാനുവൽ മാക്രോണിനെതിരെ രാജിവെക്കാൻ സമ്മർദ്ദം ചെലുത്താനും സാധ്യതയുണ്ട്. പക്ഷേ താൻ സ്ഥാനമൊഴിയില്ലെന്ന് ആദ്യമേ പറഞ്ഞു വെച്ചിരിക്കുകയാണ് മാക്രോൺ. കടവും സാമ്പത്തിക പ്രശ്നങ്ങളും ഇതെല്ലാം പരിഹരിക്കാൻ കഴിവുള്ള ഒരു സുസ്ഥിരമായ സർക്കാരാണ് ഫ്രാൻസിന് വേണ്ടത്. മാത്രമല്ല ആ സർക്കാർ പ്രസിഡന്റുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നതാവുകയും വേണം. ഇങ്ങനെ ഈ അസ്ഥിരത തുടർന്നാൽ പ്രസിഡന്റ് കൂടി ദുർബലനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പക്ഷേ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് വലതുപക്ഷ പാർട്ടിയായ നാഷണൽ ഫ്രണ്ട് പാർട്ടിയാണ്. നാഷണൽ ഫ്രണ്ട് തങ്ങളാണ് രാജ്യത്ത് സ്ഥിരത കൊണ്ടുവരിക എന്ന് നിരന്തരം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാൻ അവർ നന്നായി ശ്രമിക്കുന്നുണ്ട്. അവരുടെ അണികൾ അതിനായി വിശ്വസിച്ച് പണിയെടുക്കുന്നുമുണ്ട്. പക്ഷേ രാജ്യത്തുടനീളം വലിയൊരു വിഭാഗം ജനങ്ങൾക്കും നാഷണൽ ഫ്രണ്ട് പാർട്ടിയെ ഇഷ്ടമല്ല. പലരും അവർ ഈ രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയായിട്ടാണ് അവരെ കാണുന്നത്. എല്ലാ രാജ്യത്തെയും വലതുപക്ഷ പാർട്ടികളെ പോലെ തന്നെ. മാക്രോണിന് പ്രസിഡന്റ് കാലാവധി 2027 മെയ് മാസം വരെയുണ്ട്. അതിനു മുമ്പ് അദ്ദേഹം രാജിവെച്ച് പുറത്തുപോയാൽ അത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത പ്രയാസങ്ങളാണ് ഉണ്ടാക്കുക. വലതുപക്ഷത്തോടൊപ്പം മാക്രോണിൻ്റെ ചില സഖ്യകക്ഷികൾ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയക്കാർ തന്നെ ഇപ്പോഴുള്ള പ്രതിസന്ധികളെ മറികടക്കാൻ പ്രസിഡന്റ് നേരത്തെ രാജിവെച്ച് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. മാക്രോണിന് ഉടൻ ഒരു സുസ്ഥിര സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മേൽ സമ്മർദ്ദമേറും. അടിയന്തര തെരഞ്ഞെടുപ്പ് ചർച്ചകളും വർദ്ധിച്ചു വരും. ഇത് മുതലെടുക്കാൻ രാജ്യത്ത് വേറെയും കക്ഷികളുണ്ട്. അവർ തങ്ങളുടെ ലക്ഷ്യം കാണും. ഫ്രാൻസ് കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയിലാണ്. എപ്പോഴാണ് ഇതിനൊരു പരിഹാരമാവുക എന്ന് കണ്ടറിയണം.